ആണ് കേട്ടോ. അതായത് ഇവിടെ കേരളം വനം വകുപ്പ് വന്യജീവി വകുപ്പ് അഗളി റേഞ്ച് ഷോളയൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് വന്നത് എന്താന്ന് വെച്ചാൽ ഷോളയൂർ മുതൽ എവിടെ വരെ വെച്ചോ സ്വർണ്ണഗത വരെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മളിലൂടെ കുറേ പേര് അട്ടപ്പാടി കാണണമെന്ന് ചിലപ്പോൾ കമൻ്റൊക്കെ ഇതിൽ വരാറുണ്ട്. പിന്നെ നേരിട്ട് നമ്മളെ താഴെയുള്ളവർ കാണുമ്പോഴും പറയാറുണ്ട് നിങ്ങൾ അട്ടപ്പാടി പോയപ്പോഴാണ് നമ്മൾ അട്ടപ്പാടി എന്താ എന്ന് അറിയണത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഒഴിവാണല്ലോ. അപ്പോൾ റിസ്ക് എടുത്ത് ഇന്ന് ഇതിനും വേണ്ടി ബസ്സും കയറി വന്നതാണ് ഞങ്ങൾ ഷോളയൂർക്ക്. അപ്പോൾ ഷോളയൂർ മുതൽ സ്വർണ്ണഗത വരെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് അങ്ങനെ ഉള്ളേരിയയിലൊന്നും പോയി എടുക്കാൻ ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് പോണ റോഡ്, പിന്നെ അവിടുത്തെ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ബസ് പോണതും വരുന്നതൊക്കെ. അപ്പോൾ ആ ഭാഗങ്ങൾ, അതായത് ആനയ്ക്ക് ഇറങ്ങണ നല്ല വലിയ കാടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ബസ്സൊക്കെ വരുന്നത്. പകൽ സമയം അതുകൊണ്ട് നമുക്ക് ആനയൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കറക്റ്റ് നിൽക്കുന്നത് ഷോളയൂർ ജംഗ്ഷനിലാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാറ്റും അതാണ് ഇവിടെ ഭയങ്കര ഹൈലൈറ്റ്. അട്ടപ്പാടിത്തെ മിക്കവാറും സ്ഥലങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളതെങ്കിലും ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല സൂപ്പർ കാറ്റ്, കോടമഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴയാണ്. അപ്പോൾ മഴയൊന്നും വക വയ്ക്കാതെ ആ മഴയത്ത് കുടയൊന്നും നൂർത്താതെ, കാറ്റ് കാരണം കുട പിടിക്കാൻ കഴിയില്ല. അപ്പോൾ കുടയൊന്നും നൂർത്താതെ ഞങ്ങൾ ഒരു വിധത്തിൽ വീഡിയോ ഒപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സമയം പറഞ്ഞാൽ 11:05 ബസ് അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കും സ്വർണ്ണഗതയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എത്തണം. ഇപ്പോൾ 10:45 ആവാറായിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ബസ്സിൻ്റെ അവിടേക്ക് നടക്കുവാണ്. നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ ഒരു എന്താ പറയുക, ഒരു പ്രകൃതി ഭംഗി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ചെറിയ അരുവി, അച്ചു പറയാം ചെറിയ അരുവി പോണ് നോക്കുന്നത്. അപ്പോൾ ആ ചെറിയ അരുവിയാണ് ആ കാണുന്നത് പറഞ്ഞാൽ ഇതിൽ കാണുന്നില്ല, അത് വേറെ കാര്യം. കാണണ്ട്, മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. ഒരു കിണറൊക്കെ ഉണ്ട്, അതേ കിണറ്. അരുവി എന്ന് പറഞ്ഞില്ലേ, അടുത്ത ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ മഴയും വെയിലും കൂടിയാണ്, അതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്. കാലാവസ്ഥയൊക്കെ അടിപൊളി. മഴ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കുട നൂർത്താൻ കഴിയില്ല, അത്രയ്ക്ക് കാറ്റാണ്. ഞാനൊന്ന് അവിടെ വെച്ചപ്പോഴത്തേനും കുട പറന്നു പോകാനായി ഓടിച്ചൊന്ന് പിടിച്ചെടുത്തതാണ് കേട്ടോ. നല്ല കാറ്റാണ്. നമ്മൾ ചെറിയൊരു മഴച്ചാറിലുണ്ട്, ആ ചാറിൽ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല സുഖമുണ്ട് ഈ മഴച്ചാറിലും കൊണ്ട് നടക്കാൻ. വീട്ടിലെത്തുമ്പോൾ ജലദോഷം പിടിച്ചാൽ പിടിക്കട്ടെ, കുഴപ്പമില്ല. അപ്പം മരുന്ന് കഴിച്ചിട്ട് മാറ്റാം. എന്തായാലും ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പറ്റില്ലല്ലോ. മീൻ വളർത്തുന്നില്ല, അത് പമ്പ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടോ. പോണ വഴിയിൽ നമുക്ക് ഇനി ഇതന്നെ കാണിക്കാനുള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കാനില്ല. മൃഗങ്ങളെ പിന്നെ കാണാൻ കഴിയില്ലല്ലോ പകലായതും കൊണ്ട്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ആനയൊക്കെ കാണാൻ പറ്റിട്ടോ. മഴ ചെറുതായി നമുക്ക് വേണ്ടി ഒന്ന് മാറി നിന്ന് തന്ന പോലെ ഉണ്ടായിരുന്നു. ഇതാ രണ്ടാം പ്രാവശ്യം കറുപ്പായി വരുന്നുണ്ട്. അതായത് മഴക്കാറ് മൂടി നല്ല അന്തരീക്ഷമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പെയ്യും. അതിൻ്റെ മുന്നേ നമുക്ക് ബസ്സിക്ക് അങ്ങോട്ട് എത്താം അല്ലേ? പോണ വഴിയിലൊരു കാട്ടുപൂവ് കണ്ടപ്പോൾ തൊട്ട് നോക്കാൻ പോയതാണ്. അപ്പോൾ അതിന് നല്ലൊരു കാറ്റ് വീശി അച്ഛൻ നിൽക്കുന്നതാ. എന്താ വെള്ളമല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ആ പൂവ് നോക്ക്, പൂവിൻ്റെ എതള് ഞെളുങ്ങിപ്പോയി. ശരിയായി. മഴവെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞത് ഈ ബസ്സിലാട്ടാ. സുബൈദ ആനക്കട്ടി ഷോളയൂർ കോട്ടത്തറ വഴി. അതായത് ഇപ്പോൾ ആനക്കട്ടിയിൽ നിന്ന് എഴുതും, അവിടെ നിന്ന് ഒരു സ്വർണ്ണഗതയ്ക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ട് അങ്ങ് അറ്റം വരെ പോകണ്ട, ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. 1 മണിക്കൂറിലേറെ യാത്രയുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് പോണ വഴികളും എല്ലാം കാണാം. തൽക്കാലം ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിക്കണമല്ലോ, അപ്പോൾ അതിൽ കയറി ഇരിക്കാം അല്ലേ? കയറച്ചോ, കയറാം. കയറാം. നടക്ക്. വാതിൽ പൂട്ടിയ ബാക്കിൽ കൂടി കയറാം. അപ്പം നമ്മുടെ കുട്ടി ബസ്സാണ് ഇത്. അപ്പോൾ ഈ ബസ്സിലാണ് ഇവർ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പം ഇത് കയറിയിട്ട് നമുക്ക് ഫ്രണ്ട് സീറ്റിൽ പോവാം. ബസ്സാണെങ്കിൽ ഭയങ്കര അലങ്കാരപ്പണിയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ രാവിലെയൊക്കെ വരാറുള്ളത്. ഇന്നെന്തോ പൂക്കളം കുറവാണ്, അല്ലെങ്കിൽ ഇതിൽ ഭയങ്കര അലങ്കാരപ്പണിയൊക്കെ ചെയ്തിട്ടാണ് പോണത് നമ്മൾ കാണാറുണ്ട്. അതവിടെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പൂവൊക്കെ കെട്ടി തൂക്കണ് കാണാം. രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ബസ്സിലിരുന്ന് കഴിക്കുന്നത് എന്താ പറയുക, ചെണ്ടതിന് മിഠായി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് മിക്സറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കടല മിഠായി പോലെ, പേരൊന്നും എനിക്കറിയില്ല. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തേൻ മിഠായും. പിന്നെ 5-6 മഞ്ചുണ്ട് കയ്യിൽ, ഒരു കുപ്പി വെള്ളവും. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉച്ചവരേക്ക് എത്തിക്കാൻ പറ്റും. പറ്റും. ഉച്ചയാവും. ഞങ്ങളുടെ 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 1:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ വീടെത്തിട്ടോ. നമ്മുടെ സുബൈദ ബസിൻ്റെ സാരഥി ഇതിൽ കയറി ഇരിക്കുന്നുണ്ട്. പേരെന്താ? ലിൻഡോ. വീട് കള്ളക്കര, അട്ടപ്പാടി തന്നെ. എനിക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും അറിയില്ല. ഞങ്ങളാണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പം നിങ്ങളുടെ ബസ്സാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് കിട്ടിയത്. അപ്പോൾ സ്വർണ്ണകഥ വരേക്കും ഇനി ഞങ്ങളുണ്ട് കൂടെ. സപ്പോർട്ട് ചെയ്യൂലേ? സപ്പോർട്ട് ചെയ്യൂലേന്ന്. ഇവന് ഇരുന്ന് ഗെയിം കളിയാണ് കേട്ടോ. അവിടെ വീഡിയോ എടുക്കാൻ വന്നവനാണ്, ഇരുന്ന് ഗെയിം കളിക്കും. 11:05 ഈ ബസ് ഇവിടുന്ന് എടുക്കും. അത് കഴിഞ്ഞ് 1 മണിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ സ്വർണ്ണകഥ എത്തും. അപ്പോൾ സ്വർണ്ണകഥ ഞാനും കണ്ടിട്ടില്ല. പുതൂര് വരെ ഞാൻ പോയിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം ഞാനും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് സ്വർണ്ണകഥ എങ്ങനെ ഇരിക്കുന്നത് കാണാമല്ലേ. ഇപ്പോൾ ഷോളയൂർ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്നും നമുക്ക് ഇത്രയൊന്നും അറിയില്ലായിരുന്നല്ലോ. അവിടെ വരുമ്പോഴല്ലേ നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ അറിയുന്നത്. 11:05 ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നമ്മൾ ഷോളയൂർ ജംഗ്ഷനിൽ നിന്ന് തിരിക്കുവാണ്. എങ്ങോട്ട്? ആദ്യം ആനക്കട്ടിയിൽ നിന്ന് നേരെ ചന്തക്കട, അതായത് കോട്ടക്കരയിൽ നിന്ന് പിന്നെ പുതൂർക്ക വഴി സ്വർണ്ണകഥ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. പോണ യാത്രകളും വഴികളൊക്കെ അങ്ങനെ കാണിക്കാട്ടോ. അപ്പോൾ അത്രേ പറ്റുള്ളൂ. ഒന്നാമത് മഴയാണ്, നമുക്ക് അധികം വീഡിയോസ് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. ശരിക്കും ഇറങ്ങിപ്പോയി നിന്നൊക്കെ എടുക്കേണ്ടതാണ്. വഴികൾ കാണുന്നതിൻ്റെ പട്ടപ്പടി അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴികൾ തന്നെ കാണാൻ രസമായിരിക്കും. അതായത് കാടിൻ്റെ നടുവിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ വന്നെത്തിയത് കേട്ടോ. അതിൽ ഇടയിൽ അല്ലറ ചില്ലറ വീടൊക്കെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോവാം നമുക്ക്. അപ്പോൾ ചില വഴികളൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഒരേപോലെയുള്ള കുറേ വഴികൾ നമുക്ക് കാണിക്കണ്ടല്ലോ. അപ്പോൾ അതൊരു ബസ് റൂട്ടാണ്. ഇത് നമ്മുടെ ഷോളയൂരത്തെ ക്രിസ്ത്യൻ പള്ളിയാണ്. വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. കാണുന്നത് തമിഴ്നാടാണെന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറം കണ്ടക്ടർ വന്നിട്ടുണ്ട്, പൈസ കൊടുക്കുന്നത്. എത്ര രൂപയെന്നൊന്നും അറിയില്ല, പൈസ കൊടുത്തിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 200 രൂപ കൊടുത്തു, 120 രൂപ കിട്ടും. അപ്പം 80 രൂപ കേട്ടോ ഇവിടുത്തെ ചാർജ്. അതായത് ഷോളയൂരിന് സ്വർണ്ണകഥയ്ക്കുള്ള ചാർജ് 80 രൂപ. ഞാനായിരിക്കും പെൺകുടി. ഇതൊരു ഹോസ്റ്റലാട്ടോ, അതായത് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പ്രീ മെട്രിക് ഹോസ്റ്റൽ ഷോളയൂർ. എന്താന്ന് ചോദിച്ചാൽ അവിടെ ഞാൻ പറയാം എന്താണ്. പാൽ സൊസൈറ്റി. അവിടുന്ന് കുറച്ച് ദൂരം വന്നിട്ട് റൈറ്റിക്ക് ഒരു വഴിയുണ്ട്. ഇത് മൂലകങ്കൽ പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അട്ടപ്പാടി തന്നെ. അപ്പോൾ അങ്ങോട്ട് പോണ വഴിയാണത്. പിന്നെ കുഞ്ഞു കുഞ്ഞു പാലങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ആനക്കട്ടിയിൽ ഇതുപോലെ ഒരു കുറച്ചും കൂടി നീളമുള്ള ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അപ്പുറം തമിഴ്നാടും ഇപ്പുറം കേരളമാണ്. അവിടേക്ക് ഇനി നമ്മൾ പോവില്ല. ഹോട്ടൽ നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത് ഈ ബസ്സിലെ ഡ്രൈവറാണ് കേട്ടോ, അതായത് ലിൻഡോ ചേട്ടൻ.
നമുക്ക് എവിടെ ഇതൊക്കെ അറിയാനാ. പിന്നെ ഈ ലെഫ്റ്റ് കാണുന്നത് റിസോർട്ടാണ് കേട്ടോ. പേരിപ്പോ എന്താന്ന് അറിയില്ല, നോക്കട്ടെ. അയന വില്ലേജ്. ഇവിടുന്നൊക്കെ കുറേ പേര് കയറാനുണ്ട് ബസ്സിൽ. നമ്മൾ കാടും മലയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ആരപ്പോൾ ഇവിടുന്നൊക്കെ കയറാണ്ടാവുകയെന്ന്. ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് അവിടെ. ഒരു ആൽമരം കണ്ടോ? ഇവിടെ നല്ല കാറ്റായതും കൊണ്ട് തന്നെ കൂടുതലും കാറ്റാടികൾ സ്ഥാപിച്ചിട്ടുള്ളത് ഷോളയൂർ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. കണ്ട അവിടെ കാറ്റാടികൾ ഇങ്ങനെ കറങ്ങുന്നത്. ഈ കാറ്റാടിയൊക്കെ നമുക്ക് അഗളി ഭാഗത്തുനിന്ന് ഇതിൻ്റെ തലയൊക്കെ ഇങ്ങനെ കുറേയൊക്കെ കാണാൻ പറ്റും. പക്ഷെ അടുത്തുനിന്ന് കാണുന്നത് ഇവിടെ വരുമ്പോഴല്ലേ. ഇവിടെ ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കാം. കാറ്റ് വീശുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ ആ ലീഫ് കറങ്ങണ സൗണ്ട്. മഴയായതുകൊണ്ട് പുറത്തേക്ക് ഗ്ലാസ്സിന് വലിയ അതുകൊണ്ട് ഉള്ള അത്യാവശ്യം വെച്ചിട്ടൊക്കെ ഞാൻ എടുക്കാം. തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇതൊരു കുഞ്ഞ് ജംഗ്ഷൻ. കണ്ട അവിടുത്തെ വ്യൂ നല്ല കടൽക്കരയിലും പോയ പോലെ ഇല്ലേ. കടലും മലകളും കുന്നും ചെരുവുകളാണല്ലോ. അടിപൊളി വ്യൂ അല്ലേ. ഒരു വലിയ കാറ്റാടി ഇവിടെ കാണുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ട് ചെയ്തതിലുള്ള പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണോ ഇത് എന്നാണ് മുമ്പിൽ നമുക്ക് പറഞ്ഞു തന്നത്. മേലെ പോയ അങ്ങ് ദൂരെ മലയ്ക്ക് പോവാനും പറഞ്ഞു. നമുക്ക് നമ്മൾ വണ്ടിയും കൊണ്ട് വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ പോവാം. ഇപ്പം എന്തായാലും നടക്കില്ലല്ലോ. വ്യൂസ് നോക്ക്. ഇടയ്ക്ക് തന്നെ നമ്മളിപ്പോൾ എത്ര കാറ്റാടികൾ കണ്ടല്ലേ. നിർവാണ കോട്ടേജസ്. ഇവിടെ നമ്മൾ ഉള്ളിലൊന്നും പോയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചയുള്ളൂ. ഇതൊരു കാടിൻ്റെ നടുവിലാണെന്നുള്ളതാണ് പ്രത്യേകത. രാത്രി ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ കാട് കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ. നല്ല തണുപ്പാണ്, നല്ല കൂളിംഗ് ആണ്. സ്ഥലം അടിപൊളി. മുളങ്കാടുകളാണ് അധികം. വെറുതെയാണ് ആന ഇറങ്ങാത്ത. ആനയ്ക്ക് മുളയൊക്കെ നല്ല ഇഷ്ടമല്ലേ. മുള, തെങ്ങ് ഇതൊക്കെ ആനയ്ക്ക് നല്ല ഇഷ്ടമല്ലേ. നല്ല വളവായതും കൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നതൊന്നും കാണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഹോണടിക്കുന്നത്. കാട്ടുപ്രദേശത്ത് ഇങ്ങനെ ഹോണടിക്കുന്നത് മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ബസ്സിന് പോകാൻ കഴിയില്ലല്ലോ. ഒരു കപ്പിൾസ്. ഇവിടെ ഒരു പുതിയ റിസോർട്ട് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴത്തുള്ളികളാണ് ഈ ഗ്ലാസ്സിൽ കൂടി നമ്മുടെ ഫോണിൽ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ മറ്റൊരു സുബൈദ ബസ് വരുന്നു. കോഴിക്കൂടം. ഒരു ദിവസം ഇനി നമുക്ക് അതിൽ കയറിയിട്ട് കോഴിക്കൂടം പറഞ്ഞ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇനി ഒരുപാട് ദൂരം ഇങ്ങനെ കാട് പിടിച്ച സ്ഥലങ്ങളാണ്. അതായത് ഫോറസ്റ്റ്. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നാൽ നമുക്ക് ആനയുടെ മുന്നിൽ പെടാം. പിന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അട്ടപ്പാടി മുഴുവൻ ഒന്ന് കറങ്ങ്, എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാട്ടാനകളൊക്കെ കാണിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു റിയാസാണോ രാജാണോ അങ്ങനെ ആരോണ് പറഞ്ഞത്. പക്ഷെ ഞാനും മോനും മാത്രമല്ലേ കറങ്ങണേ. ഞങ്ങൾ കാട്ടാനയുടെ മുന്നിൽ പോയി പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ ആയിരിക്കില്ല കാണുക, വേറെ എന്തെങ്കിലും ആയിരിക്കും കാണുക. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അവസരം വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ പോയി. ഇനി ഒരുപാട് ദൂരം കാട് തന്നെയാണ്. അപ്പം അതിൽ ഭംഗിയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഇടയിൽ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തന്നെയല്ലേ, ഫുൾ ടൈം ഈ കാട് തന്നെയാണ്. ഇവിടെ ഒരു ആൽമരത്തിൽ ഏറുമാടം കെട്ടിയിട്ടുണ്ട് കേട്ടോ. വ്യക്തമായി നിന്ന് കാണണമെങ്കിൽ ഇറങ്ങിയിട്ട് വേണം. ബസ്സിൽ ഇരുന്നിട്ട് ഇപ്പം ഇത്രയ്ക്കല്ലേ നമുക്ക് കിട്ടുള്ളൂ.
എത്താറായി എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കി കൂടി എടുത്തോ എന്നായിരിക്കും. ഇവർക്കത് കാട് ഭാഗം ഇത് മാത്രമാണ്. നമുക്ക് പക്ഷെ അട്ടപ്പാടി മൊത്തം കാട് ടൗണിൽ താമസിക്കുന്ന നമുക്ക് അട്ടപ്പാടിയുടെ ഏത് ഭാഗവും കാട് തന്നെ. കൂളിക്കട ടൗണും നമുക്ക് കാട് തന്നെ. എന്ത് കാട് എന്നാ പറഞ്ഞേ? യൂക്കാലിക്കാടാണ്. അത് യൂക്കാലിപ്സിന്റെ മരങ്ങളാണ് ആ മലയിൽ നിറയെ എന്നാണ് പറയണേ. നമുക്കെന്ത് യൂക്കാലി, നമ്മൾ കാണുമ്പോൾ മരങ്ങൾ മാത്രം അങ്ങനെ കാണുള്ളൂ. യൂക്കാലിപ്സിന്റെ കാടത്ര. ഏതാ അത്? തമിഴ്നാടാ? ഏത് ആ ഭാഗം ഫുള്ള്? ഇപ്പം ഞങ്ങളുടെ തമിഴ്നാട്. അതിൻ്റെ അപ്പുറം തമിഴ്നാട്. നമ്മൾ ഓടുന്നത് കേരളത്തിലൂടെ. കാടിൻ്റെ തണുപ്പും മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നമ്മുടെ 5 ദിവസത്തിന് മതിയായി. അവൻ പതിവ് യജ്ഞത്തിലേക്ക് വീണ്ടും ആയിരുന്നു പോയിട്ടുണ്ട്. ഉറങ്ങി കളിക്കും. അതിൽ തന്നെ പണി. ബസ്സിൽ കയറി അതിൻ്റെ മേത്ത് കിടന്ന് പറഞ്ഞ് അവര് ഉറങ്ങട്ടെ, നമുക്ക് അവിടെ പോയിട്ട് വിളിക്കാം അവരെ. കാട് കഴിഞ്ഞു എന്ന് മൂപ്പര് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിതൊക്കെ കാട് തന്നെയാണ്. അവർക്ക് കാട് കഴിഞ്ഞു. അവർ ചെറുപ്പം തൊട്ട് അട്ടപ്പാടി തന്നെ വളർന്നതും കൊണ്ട് അവർക്കിത് കാടൊന്നുമല്ല. നമുക്കാണ് ഇത് കാട്. ഏതാ മുന്നിൽ കാണുന്ന മല? ആ മല തമിഴ്നാട്ടിലുള്ള മലയാത്ര. മാങ്കരൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള സ്ഥല. ആ നമ്മുടെ മുന്നിൽ കാണുന്നത് ഒരു റിസോർട്ടാണ്. ഇതിന്റെ മുന്നത്തെ 1-1.5 വർഷം മുന്നുള്ള വീഡിയോ ഞാൻ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ശിവലിംഗമൊക്കെ വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ നല്ല ചിത്രങ്ങളൊക്കെ ആയിട്ട് കല്യാണങ്ങളൊക്കെ നടത്താറുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിനൊക്കെ വരുമ്പോൾ അവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ആനക്കട്ടിക്ക് എത്താറായി. ആനക്കട്ടിക്ക് തന്നെ ആനക്കട്ടി മണ്ണാർക്കാട് റോഡിലേക്ക് കയറാൻ പോവാണ്. അത് ജംഗ്ഷനിലെത്തി. അങ്ങോട്ട് പോയാൽ ആ ചെക്ക് പോസ്റ്റിൽ ഒരു അമ്പലമൊക്കെ കാണില്ല. അവിടെ ഫ്രണ്ടിലുണ്ട് ഒരു അമ്പലം കാണും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അത് തമിഴ്നാട്. ആ അമ്പലം കിടക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങേപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. തമിഴ്നാട് കേരളം വേർതിരിക്കുന്നത് ഒരു പാലമുണ്ട് ഈ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത്. ഇനി ഇവിടുന്ന് തിരിച്ചിട്ട് നേരെ നമ്മൾ മണ്ണാർക്കാട് റോഡിൽ കയറി ചന്തക്കട പോകും. ചന്തക്കട പറഞ്ഞാൽ ഇവിടെ കോട്ടത്തറ ആശുപത്രിയിലൊക്കെ ആ വണ്ടിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് നേരെ പുതൂർ വഴി സ്വർണ്ണകഥ. ഇവിടെ ഒരു കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങണ്ടല്ലോ, നമുക്ക് അവിടെ പോയല്ലേ ഇറങ്ങേണ്ടത്. അപ്പം ബസ് കാലി അവിടെ കയറിയവരൊക്കെ ഇവിടെ വന്ന് ഇറങ്ങി. ഇന്നിപ്പോൾ നമ്മൾ നേരെ ഇവിടെ 5 മിനിറ്റ്. 5 മിനിറ്റ്. ഓക്കെ. ഇവിടെ ഒരു 5 മിനിറ്റാണ് നിർത്തുന്നത്. 5 മിനിറ്റ് എന്നാ പറഞ്ഞത്. മഞ്ച് എന്താ പറഞ്ഞത്? ഒരു മഞ്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. തരാം. ഇവിടെ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ കേട്ടത് മഞ്ച് എന്നാണ് തോന്നുന്നു. അപ്പോൾ അവന് ഇത് മഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടപ്പോൾ മഞ്ച് ഇന്ന് കഴിച്ചോണ്ടിരിക്കാം. ഒരെണ്ണം ഞാനും ഇതെന്നെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ. ഇനി നമ്മൾ സ്വർണ്ണകഥ പോവല്ലേ. സ്വർണ്ണകഥ എങ്ങനെ ഇരിക്കും? ഷോളയൂർ സ്വർണ്ണം പോലെ. ഷോളയൂർ ഇപ്പം ഇങ്ങനെ ഇരുന്നത്. ഇനി സ്വർണ്ണകഥ എങ്ങനെ ഇരിക്കും? നമുക്കിവിടെ പോയേക്കാം. സ്വർണ്ണകഥയിൽ പോയിട്ട് നമ്മൾ ഇറങ്ങുമൊന്നും കേട്ടാ. അവിടെ വെച്ച് അവസാനിപ്പിക്കുള്ളൂ.
ഇവൻ കൂ 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 പറഞ്ഞ ഒച്ച ഉണ്ടാക്കിയത് എന്താന്ന് പറഞ്ഞ് ഞാൻ നോക്കിയതാണ്. ആ പാൻറ്റും ഷർട്ടും ഇട്ട് നിൽക്കണ ആ അപ്പൂപ്പനില്ലേ, അവരുടെ മുന്നിൽ ഒരു കാല് വയ്യാത്ത ഒരാൾ, പാവം, ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടി ഇവൻ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ കൂ 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 പറഞ്ഞ് കാണിച്ചതാണ്. പാവല്ലേ, അവരുടെ ജീവിതമൊക്കെ കാണുമ്പോഴാണ് നമ്മളെന്ത് ഭാഗ്യവന്മാരാന്ന് നമുക്ക് അറിയാൻ പറ്റണത്. ഫോണ് നോക്ക്, പാവം ലോട്ടറിക്കാരനാണ്. അങ്ങനെ ആനക്കട്ടിയിൽ നിന്ന് ബസ് സ്റ്റാർട്ടായി, വീണ്ടും ഡൗൺ ആയി. അച്ചു ഇനി ഇവിടെ നേരെ മുന്നിലോട്ട്. ഇനി ഞങ്ങൾ കയറിയതുകൊണ്ടാണ് തോന്നുന്നത് ബസ് മുഴുവൻ കാലി. എന്ത് നല്ല അതെ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കയറിയതും കൊണ്ട് ഇതിൻ്റെ അപ്പുറം തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ഒരു തമിഴ് ടച്ചില്ല ഇവിടെയൊക്കെ. ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചർ ആണെങ്കിലും ഈ വണ്ടികളാണെങ്കിലും ശരി, എന്തിൽ നോക്കിയാലും ഒരു തമിഴ് കൾച്ചർ നമുക്ക് കാണാൻ പറ്റും. ആദ്യമൊക്കെ ഷൊർണൂരിൽ വരുന്ന വണ്ടിയാണ്. ഷൊർണൂരിൽ വരുന്ന ബസ്സാണ് ആ വരുന്നത് എന്നാ പറഞ്ഞത് കവിത. ഷൊർണൂർ ആനക്കട്ടി, നല്ലൊരു ആൽമരം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ആദ്യമൊക്കെ ഫസ്റ്റ് നമ്മൾ വന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ആ തമിഴ്നാട്ടിലെ വരൾച്ചയും എല്ലാം നമുക്ക് അനുഭവപ്പെടുമായിരുന്നു. ഇപ്പോൾ കണ്ട് കണ്ട് ശീലമായി. പക്ഷെ ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആ മിൽമ ബൂത്ത്, ഇവിടെ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്ന ഹാളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഷോളയോ, കൃഷിഭവൻ്റെ കുറച്ച് പുറത്തായിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കാടാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ എങ്ങനെയാണ്, സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ്, കുറേ ഭാഗം കാട്. അത് കഴിഞ്ഞിട്ട് എന്താണ് സ്ഥാപനം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കാട്. അങ്ങനെ ഇതൊക്കെ ആന ഇറങ്ങുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ, അതായത് ഒരു സന്ധ്യക്കൊക്കെ കൂടി വരണമെങ്കിൽ, ആനേനൊക്കെ നോക്കിയിട്ടല്ലേ വേണം വരണമെങ്കിൽ, എന്തായാലും ഉണ്ടാവും.
നമ്മുടെ പോളിടെക്നിക് കോളേജ്. നമുക്കെല്ലാം പറഞ്ഞു തരുന്നത് നമ്മുടെ ഡ്രൈവർ തന്നെയാണ്. കണ്ടാൽ അറിയുമെങ്കിലും നമ്മൾ അവിടെ അതിൻ്റെ അടുത്ത് ഒക്കെ എത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയില്ലല്ലോ ഇവിടെ എത്തിയത്. അത് കടന്നു കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ വായിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ ആൾ നല്ല സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. വഴിയരികിൽ വിൽക്കാൻ വെച്ചിരുന്നത് ചക്ക, മാങ്ങ, ഞാവൽപ്പഴം. ഒരു ചെക്ക് പോസ്റ്റ്. ഇത് മട്ടത്തുകാടല്ലേ? ആ മട്ടത്തുകാട് ചെക്ക് പോസ്റ്റ് കേട്ടാ. കോളേജാണ് ഈ കണ്ടത് കേട്ടാ. ഗവൺമെന്റ് ITI കോളേജ് മട്ടത്തുകാട്. എന്താ പറഞ്ഞേ? ബസ്. ഇവിടേക്കൊക്കെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അവർ പറയണത്. സന്ധ്യയ്ക്ക് വന്നാൽ എന്തായാലും കാണാൻ പറ്റും. എവിടെ? ഏതിവിടെയോ? ഈ മരം കാണൽ ഇവിടെ എത്ര ആന മിക്കവാറും നടന്നു വരിക ഈ സ്ഥലം. ഇതൊക്കെ എത്ര ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലം. പാലൂർക്ക് പോണ ഒരു ബസ്സാണ് ഈ വരുന്നത്. ഒരു ദിവസം നമുക്ക് അതിൽ കയറിയിട്ട് പാലൂർ പോയി വരാം. ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് വഴിയരികിൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. തീറ്റപ്പുല്ല് കൃഷി ചെയ്യും. ആ പച്ചപ്പ് കാണുന്നതൊക്കെ തീറ്റപ്പുല്ലാണ്. ഞങ്ങൾ പണ്ടൊരു ദിവസം ഞാനും അച്ചൂസും കൂടി ഇവിടെ വന്ന് ഓടി കളിച്ച് പോയിട്ടുണ്ട്. ഈ പറമ്പിൽ റൗണ്ട് അടിച്ച് ഓടി നടന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിക്കുള്ള ഒരു വ്യൂ ഉണ്ടോ? ഒഴിഞ്ഞ സ്ഥലം, ദൂരെ നിന്നുള്ള കാഴ്ചകളും. ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒഴിവുള്ളൊരു ദിവസം ഈ ബസ്സിനൊന്ന് യാത്ര ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാരണം വന്ന വഴികളും എല്ലാം കൂടി ഒന്ന് കണ്ടിട്ട് പോണേ. ഈ വഴി മാത്രമല്ല, വേറെ ഇപ്പോൾ പാലൂർ വണ്ടിയൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഒരു വെറുതെ അതിൽ കയറിയിരിക്കുക, ഒന്നിങ്ങനെ പോവുക. വീട്ടിലിരുന്നപ്പോൾ ഞങ്ങളൊന്ന് മതി വിട്ട് വീട്ടിലിരിക്കാൻ പോയതാണ്. പിന്നെ വിചാരിച്ച പടി ഇരുന്ന ഒന്നും നടക്കില്ല, ഒന്ന് പോയി വരാണ്ട്. കോട്ടത്തറ പള്ളി അപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ തപ്പിപ്പിടിച്ച് ഈ വീഡിയോ ഓണാക്കി വരുമ്പോഴേക്കും അത് കടന്നു വന്നു. പിന്നെ ഇതാണ് ആരോഗ്യമാത ജംഗ്ഷൻ. ആരോഗ്യമാത അച്ചു പഠിച്ച സ്കൂള്. 4ാം ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ആരോഗ്യമാത സ്കൂളിലാണ് കൊടുത്ത് ചേർത്തിയത്. ഈ കാണുന്ന റോട്ടിൽ കൂടി വേണം അങ്ങോട്ട് പോകാനായിട്ടാണ്. അവിടെ പോയ സ്കൂളാണ്. ഇവിടെ നോക്കിയാൽ കാണില്ല. മറ്റൊരു മണ്ണാർക്കട ആനക്കട്ടി വണ്ടി അതേ വരും. ആരോഗ്യമാത ജംഗ്ഷനിലെ പുഴ, അമ്പലം, പാല്. അങ്ങനെ നമ്മൾ ഏകദേശം ചക്കക്കട എന്ന സ്ഥലത്ത് എത്താറായി. അതായത് കോട്ടത്തറ എത്താറായി. നമ്മൾ ചക്കക്കട സ്ഥലത്തെത്തിയിരിക്കുന്നത്. അതായത് കോട്ടത്തറ. ഇവിടുത്തെ പേരുകൾ പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. നമ്മൾ അവിടെ ഈ ഒലോക്കോട്, പാലക്കാട് എന്ന് പറഞ്ഞ നഗരയിലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ചന്തക്കട നമ്മളിങ്ങോട്ട് വയൽ വരില്ല. അവിടുന്ന് സംസാരിച്ച് തൊണ്ട ഒരു ഇതായിട്ടുണ്ട്.
നമ്മുടെ ഡ്രൈവർ ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞു ഇവിടെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടെന്ന്. അപ്പോൾ 5 മിനിറ്റ് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൈറ്റ് തിരിഞ്ഞ് പോകുന്നു സ്വർണ്ണഗതയിലേക്ക്. നേരെ പോയാൽ മണ്ണാർക്കാട്, അതായത് അഗളി ധൂളിക്കടവ് അങ്ങനെ പോയി മുക്കാലി ചുരം ഇറങ്ങി മണ്ണാർക്കാടത്ത് നേരെ പോയാൽ നമ്മൾ റൈറ്റിക്ക് പോയാൽ സ്വർണ്ണഗത. ചന്തക്കടയിൽ നിന്ന് കുറച്ച് എടുത്തു. അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ബസ് കാലി കയറിയില്ല. ഈ റൂട്ടിലൊരു അടിപൊളി റോഡാണ് ഇത് കേട്ടോ. നല്ല നീണ്ടു കിടക്കുന്നത് കണ്ടില്ലേ. ആദ്യമായിട്ട് ഈ റോഡ് കണ്ടപ്പോൾ നല്ല നീളം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ട് ഇപ്പം ശീലായി, ഇപ്പം ചെറുതായി. കണ്ട് ശീലായി ചെറുതായതാണ്, റോഡ് ചെറുതാവില്ലല്ലോ. വ്യൂസ് ആണ് ഇവിടത്തേക്ക് ഹൈലൈറ്റ്. ഇതാണ് നമ്മുടെ സ്വർണ്ണഗതയ്ക്കുള്ള റോഡ്. അതായത് കോട്ടത്തറ ചന്തക്കട സ്വർണ്ണഗത വരെയുള്ള റോഡാണ് ഈ കാണുന്നത്. അവിടുത്തെ അതേ വ്യൂസ് തന്നെയല്ലേ. ഈ അട്ടപ്പാടിയിൽ ഏത് സ്ഥലത്ത് പോയാലും ഒരേ വ്യൂ പോലെ തന്നെയാണ് തോന്നാട്ടോ. ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്ത് ഒരു 3-4 ദിവസം മുന്നേ ഞാൻ ഒരു കൂട്ടം മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്ര അടുത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ പകലൊക്കെ മാന് വന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോൾ മാനിൻ്റെ പാട്ടിൽ പോയി. പിന്നെ ബസ്സിലല്ലേ, ഒരു നിർത്തമൊന്നുമില്ലല്ലോ. ഓടപ്പെട്ടി കണ്ടോ, ഓടപ്പെട്ടി വണ്ടി. അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഈ അട്ടപ്പാടിയിൽ ഒരുപാടുണ്ട്. കുറച്ചൊന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഇതൊരു ലോകം, അതായത് ഇത് ഒരു ജില്ല പോലെ, പാലക്കാട് ജില്ലയുടെ ഭാഗമാണെങ്കിലും ഒരു ജില്ല പോലെ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണല്ലോ അട്ടപ്പാടി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണാനൊക്കെ ഉണ്ട്. ഇന്ന് എന്തായാലും സ്വർണ്ണഗതയ്ക്ക് ആവട്ടെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നതല്ലേ, അതായത് എനിക്ക് ഷൊർണൂരിൽ നിന്നൊക്കെയാണ്, ഷോളയൂരിൽ നിന്നാണ് നമ്മൾ വന്നത്. പക്ഷെ എൻ്റെ വായിൽ വരുന്നത് താഴത്തെ സ്ഥലങ്ങളാണ്. ഷോളയൂർ എന്നുള്ളതിന് പകരം ഷൊർണൂർ എന്നൊക്കെ വരുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ മഹാൻ പറഞ്ഞു തന്നത് നമുക്ക്. ഇവിടെ മുകളിൽ നമ്മൾ കടന്നു വന്ന സ്ഥലം, ആ ബസ് കണ്ട സ്ഥലം ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ റോട്ടിൽ കൂടി ഓടി നടന്ന് വീഡിയോ എടുക്കാനാണ് ഇവിടേക്ക് തോന്നുന്നത്. കണ്ടാൽ അത്ര ഭംഗിയല്ലേ. മലയുടെ സൈഡൊക്കെ കയറി അങ്ങനെ പോവാൻ തോന്നും. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി ഇറങ്ങി അങ്ങനെ പോവായിരുന്നു. ഒറ്റയ്ക്കൊരു സുഖമില്ല. അവിടെ നിന്നൊക്കെ വന്ന് നമ്മൾ ഏകദേശം കുറേ ദൂരം ഇങ്ങോട്ട് പിന്നിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടത്തെ വീഡിയോ ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ ലോങ് ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയിലൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാ, ചാവടിയൂർ പുഴപ്പാലത്തിൻ്റെ അടുത്താണ്. എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഈ പാലം വരെയൊക്കെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ കൊണ്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിലുണ്ടോ, അത് ഞാൻ അതിൻ്റെ മുന്നത്തെ ചാനലിലായിരുന്നു, അതൊന്നും ഓർമ്മയില്ല. ഇത് അടിപൊളി പുഴയാണ് കേട്ടോ. ഇത് നമ്മൾ അപ്പുറത്തൊരു വഴിയൊക്കെ കണ്ടില്ലേ, ആൾക്കാർ നടന്നു പോകുന്നു, ബൈക്കൊക്കെ നിർത്തിയിട്ട് അതുകൂടി ഇറങ്ങിയിട്ട് ഈ പുഴയിൽ കളിക്കാൻ പോവുമായിരുന്നു. നല്ല ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ടാണ് ഈ പാലത്തിൻ്റെ അടിയിൽ. അതൊക്കെ പെറുക്കി വീട്ടിലൊക്കെ കൊണ്ടുവരുമായിരുന്നു. ചാവടിയൂർ പാലം കഴിഞ്ഞു. ഇതുകൂടി റൈറ്റിക്ക് പോയാൽ മുള്ളിക്ക് അതേ പോവുക, അതായത് ഊട്ടിക്കൊക്കെ പോണ വഴി അതേ ഇതേ പോയാൽ സ്വർണ്ണഗത. ആ നേരെ മുന്നിൽ കാണുന്ന മലയില്ല. അപ്പം നമ്മൾ നേരെ പോണത് സ്വർണ്ണഗതയ്ക്കാണ്. സ്വർണ്ണഗതയുടെ അപ്പുറം എന്താ സ്ഥലം പേര്, ഭൂതാറ് എടവാണി. ആ സ്ഥലത്തിൻ്റെ മലകളാണ് ഇപ്പോൾ നമ്മളാ കണ്ടത്. ഒരു ദിവസം നമ്മൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. അതായത്
ഇതൊരു അയ്യപ്പസ്വാമി ക്ഷേത്രമാണ്. പുതൂരിലെ ഒരു ജംഗ്ഷനാണിത്. ഈ ലെഫ്റ്റ് കാണുന്നത് പുതൂരിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു അമ്പലം, നല്ല ഉത്സവമൊക്കെ നടത്തുന്ന അമ്പലമാണ്. അതായത് ഒരു വർഷത്തിലൊരിക്കൽ. ഈ കാണുന്നത് പുതൂരിലെ പോസ്റ്റ് ഓഫീസ്, ഇത് പുതൂരിലെ സ്കൂള്, പുതൂർ സ്കൂള്. കാണുന്നത് പള്ളിയാണ്, പള്ളി. വീണ്ടും കുറേ മലനിരകളും കുന്നിൻ ചെരുവും. കണ്ടാലും മതിയാവില്ല അട്ടപ്പാടിയുടെ സ്ഥലങ്ങൾ. ഏകദേശം ബസ്സിലെ ആളുകളൊക്കെ ഒഴിഞ്ഞുണ്ടാ. അവിടെ ചന്തക്കടയിൽ നിന്ന് നോക്കിയപ്പോൾ ആയിട്ടല്ലോ ഏകദേശം ഒഴിഞ്ഞു. ഈ സംബന്ധിച്ച് തൊണ്ട ഉമ്മച്ചാമ്പടിയിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റോപ്പിലാണ് മേലെ ഉമ്മച്ചാമ്പടി. എൻ്റെ എവിടെയാ? ഇനി കുറച്ച് ദൂരം കൂടി. ഇതേ ഒരു അമ്പലം, നല്ല ഭംഗിയുണ്ട്. അതാണ് ആ മലയുടെ അമ്പലമൊക്കെ ഇതായിട്ട് വിശാലായ സ്ഥലത്തു നിന്നൊക്കെ പോന്ന് നമ്മളൊരു കുറുകിയ റോഡിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ആ റോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ വെച്ചാണ് ഈ വണ്ടി കഴിക്കണേ. ഒരു പുഴ, ഈ പുഴയിൽ അത്രയും വണ്ടി കഴിക്കണേ. വണ്ടിയില്ലാന്ന് മാത്രം. ഈ റോഡ് അങ്ങനെ നീണ്ടുപോയി അപ്പുറത്തെ മലയുടെ അവിടേക്ക് എത്തും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ല എടവാണി ഭൂതാർന്നൊക്കെ അങ്ങോട്ടെത്തും. ഈ റോഡ് അങ്ങോട്ടുണ്ട്, പക്ഷെ വണ്ടിയില്ലാന്ന്. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ പോവാം. നമ്മുടെ വീഡിയോ കാണുമ്പോൾ കൊതിയാവുന്നില്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം കാണണം എന്നൊക്കെ. അപ്പം അതേപോലെ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ വന്ന് കണ്ടിട്ട് പോണേ. അട്ടപ്പാടി ആനയ്ക്കുള്ള ഫെൻസിങ്, ആ
വാഗപ്പൂ വാഗ നിറയെ പൂത്തും നല്ല ബമ്പർ ഫെൻസിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റേ ചുരുണ്ട കമ്പിയില്ലേ അത്. ഇവിടേക്ക് ഇടയ്ക്ക് ആന വരുന്ന കേട്ടോ. ആ സ്വർണ്ണകഥ എത്തി. വെൻഡിങ് ആയല്ലേ അവിടെ തിരിക്കും. അപ്പം ഇതാണ് സ്വർണ്ണകഥ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ റോഡ് നീണ്ട് അങ്ങനെ കിടക്കും. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഈ റോഡിൻ്റെ അപ്പുറം ഇനി അങ്ങനെ പോകണം. ഈ വേനൽ സമയത്ത് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതായത് അപ്പുറട്ടാ മലവെള്ളമൊക്കെ വന്നിട്ട് പിന്നെ വെള്ളം കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബസ്സിൻ്റെ ഇന്നത്തെ യാത്ര. ഇന്നത്തെ അല്ല, ഒറ്റ ട്രിപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡിങ് കേട്ടോ. ഇനി ഇവിടെ ഇറങ്ങിപ്പോയി വീഡിയോ എടുക്കാനുള്ള നേരമില്ല, അവർ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്ന ലിൻഡോ ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ടാറ്റ, പിന്നെ കാണാം. വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ തിരികെ വീടെത്തി. വർത്തമാനം പറഞ്ഞ് എൻ്റെ തൊണ്ടൊരു ഇതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇന്നത്തെ യാത്ര കഴിഞ്ഞ് അപ്പോൾ വീണ്ടും മറ്റൊരു യാത്രയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് കാണാം. ടാറ്റാ.